പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധാകരൻ മാഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കമലമ്മ അങ്ങോട്ടേക്ക് വരും. കമല വന്നിട്ട് മാഷിനോട് പറയുന്നുണ്ട്, മാഷേ, എനിക്ക് വിക്രമിന്റെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വേദ ഇങ്ങോട്ടേക്ക് തിരികെ വന്നില്ല എങ്കിൽ അവൻ ആകെ തകർന്നു പോവും മാഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും കമല. നേരാവണ്ണം ഒരു തുള്ളി ആഹാരം പോലും കഴിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷ് പറയുന്നുണ്ട്, എനിക്കറിയാം കമലെ, ഇപ്പോഴാണ് അവൻ ശരിക്കും തിരിച്ചറിയുന്നത് അവൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. അടുത്തുണ്ടായിരുന്ന സമയത്തൊന്നും അവൻ ഇതൊന്നും തന്നെ ശരിക്കും അറിഞ്ഞിരുന്നില്ല കമലെ. മാഷ് പറയും, അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തന്നെ പറഞ്ഞു തീർക്കണം, അല്ലാതെ നമ്മളായിട്ട് അതിൻ്റെ ഇടയിലേക്ക് ചേരി തന്നിട്ട് കാര്യമില്ല എന്ന് മാഷ് പറഞ്ഞപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല മാഷേ, ഇത് അവർ രണ്ടുപേരും തമ്മിലുള്ള വെറും ഒരു പ്രശ്നമാണ് എന്ന്. വേദയുടെ മനസ്സിൽ വേറെന്തോ ഒരു കാര്യമുണ്ട്. ഇത് കേട്ടപ്പോൾ മാഷും പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ മാഷേ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടേ? അവൻ്റെ ഭാര്യയല്ലേ അവള്. ഇനിയിപ്പോൾ ആ പിള്ളേർക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ മുതിർന്നവരല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടത്, അല്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാഷ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. വേദയുടെ കാര്യം നിനക്കറിയാലോ, അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ്. നമ്മളായിട്ട് ആരും അവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടതൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാലും അവൾ നമ്മുടെ കൂടെ പോരുമോ എന്ന് പോലും ഒരു ഉറപ്പുമില്ല. ഒരു കാര്യം ചെയ്യാം, വിക്രം വരുമ്പോൾ ഒന്നുകൂടി അവനോട് സംസാരിക്കാം, അവൻ്റെ നിലപാട് എന്താണെന്നറിയട്ടെ, അതിനുശേഷം നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് മാഷ് കമലയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, മാഷിനറിയാലോ, അവൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം എന്തൊരു ഐശ്വര്യമായിരുന്നു. ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ മാഷ് പറയുന്നുണ്ട്, അത് ശരിയാണ് കമലം, എൻ്റെ മോൻ്റെ നിരപരാധിത്വം തെളിയിച്ചത് അവളാണ്. അവളില്ലായിരുന്നുവെങ്കിൽ, അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അത് തെളിയുക പോലുമില്ല. പക്ഷേ ആദ്യം അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അവളിവിടെ 10 ദിവസം പോലും തികക്കില്ല എന്നാണ്. അന്ന് എനിക്ക് അവളോട് ആകെ ദേഷ്യമായിരുന്നു. പിന്നെ പിന്നെ പതുക്കെ ദേഷ്യമൊക്കെ മാറി, എനിക്ക് അവളെ ഇഷ്ടമായി. പിന്നീട് ഞാൻ അവളെ ഒരു മരുമോളായിട്ടല്ല, എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് കണ്ടത്. എനിക്കറിയാമായിരുന്നു അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ആദ്യമൊക്കെ പല കാര്യങ്ങളും എനിക്ക് അവളോട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അവൾ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം. നേരെ വാ നേരെ പോയി എന്നുള്ള സ്വഭാവക്കാരിയാണ് അവൾ. അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടൊന്നും ഒന്നും അവൾ ചെയ്യാറില്ല. പിന്നെ നമുക്ക് കിട്ടിയ മരുമകളിൽ നന്ദിനി മാത്രമേ ഉള്ളൂ അത്തരമൊരു സ്വഭാവമുള്ളത്. ശ്രീജയുടെ കാര്യം അറിയാലോ, ശ്രീജയ്ക്കും വിശ്വത്തിനൊക്കെ നല്ലൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തത് പോലും ആ വേദയല്ലേ. അത് കേട്ടപ്പോൾ കമലമ്മ പറഞ്ഞു തരുന്നുണ്ട്, അതൊക്കെ ശരിയാണ് മാഷേ, എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ശ്രീജയ്ക്കും നല്ല വിഷമമുണ്ട്, പക്ഷേ നന്ദിനിക്ക് മാത്രമാണ് വലിയ സന്തോഷം. അത് കേട്ടപ്പോൾ മാഷി പറയുന്നുണ്ട്, പട്ടിയുടെ വാത് 12 കൊല്ലം കുഴലിട്ടാലും അത് നിവരില്ലല്ലോ കമലെ, അതിനി ഒരിക്കലും നിവരാനും പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നന്ദിനിയുടെ സ്വഭാവം. എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് ഇതൊന്നും കയറില്ല. അവർ ഒട്ടും നന്നാവാനും പോകുന്നില്ല. മറ്റുള്ളവർ നന്നാവുന്നത് കാണുന്നത് പോലും അവൾക്ക് അസൂയയാണ് താനും. അങ്ങനെയൊക്കെ അവർ സംസാരിക്കും. ഇതേ സമയത്തിന് സുധക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സ്വന്തം വീട്ടിലേക്ക് വേദ പോയതിൽ. കാരണം വേദ ഇവിടെ ഉണ്ടെങ്കിൽ, വിക്രമിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, വിക്രം ഒരിക്കലും ശ്രീനിവാസൻ്റെ കൂടെ വരാനൊന്നും ചാൻസ് കുറവാണ്. കാരണം വേദ വിക്രമിനെ ഒരിക്കലും വിടില്ല. അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം ശ്രീനിവാസനും വിക്രവും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമോ എന്ന് അവർക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ആ കാര്യം സുധ ശ്രീനിവാസനോട് പറയുകയും ചെയ്തു. വിക്രം വന്നിട്ട് പോയതിനു ശേഷം ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേദ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രീനിവാസനോടൊപ്പമുള്ള ഈ ഒരു പ്രചരണത്തിനൊന്നും തന്നെ വിക്രം അധികം ഇറങ്ങി വരില്ല. കാരണം അവൾ അവനെ തടഞ്ഞു വെക്കും. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എനിക്കും ഇതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വിക്രം നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾ ആ കേസിൽ ജയിക്കാനൊന്നും പോകുന്നില്ല സുധേ, അതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. രാമകൃഷ്ണൻ വക്കീലും അത് തന്നെ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ സുധ പറഞ്ഞു, അത് ശരിയാണ്, ഈ ഇലക്ഷൻ ശ്രീനേട്ടൻ തന്നെ ജയിക്കും. ഇതെല്ലാം നമ്മുടെ വലിയ ആഗ്രഹമാണല്ലോ. അതെ, ഞാൻ ജയിക്കും. അതിനുശേഷം അവൾക്ക് കൊടുക്കാനുള്ള പണി എന്തായാലും ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ഞാൻ ഇതിങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. വിക്രമിൻ്റെ ഭാര്യ എന്നുള്ളത് ഒരു പരിഗണന വെച്ചാണ് ഇത്രയും കാലം ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷേ എനിക്കെതിരെ അവൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ തന്നെ ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ശ്രീനിവാസൻ പറയാണ്. പിന്നീട് കാണിക്കുന്നത് രാധ വൈകുന്നേരം ഓട്ടോ ഓടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയത്തിന് മാലതി അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, എന്താണ് നിന്റെ മുഖത്തൊരു വല്ലായിക, എന്താ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ഒന്നുമില്ല എന്ന് രാധ പറഞ്ഞു. മാലതി വിട്ടുകൊടുത്തില്ല. നീ കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ, ഞാൻ വേദയെ കണ്ടിരുന്നു. എന്ത് വേദയോ?
നീ എന്തിനാ അവളെ കാണാൻ പോയത്? അത് പിന്നെ വിക്രം എന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ ആ പഴയ സൂക്കേട് ഇപ്പോഴും തുടങ്ങിയോ രാധേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടങ്ങ് ദേഷ്യപ്പെടാട്ടോ. അമ്മ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ തന്നെ ഈ വീട്ടിൽ കുറച്ച് സമാധാനമുണ്ട്, ഇനി അത് നീയായിട്ട് വീണ്ടും കളഞ്ഞു കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മാലതി അങ്ങ് ദേഷ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ രാധ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ആരുടെ സമാധാനം കളയാൻ പോയെന്ന അമ്മ പറയുന്നത്? ഈ കുടുംബത്തിന്റെ സമാധാനം അല്ലാതെ വേറെന്താ അമ്മേ? വേദ ആ വീട്ടിലില്ലെന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും വിക്രമേട്ടൻ്റെ കൂടെ പോകുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? ദേ അങ്ങനെ എങ്ങാനും നീ പോയാലുണ്ടല്ലോ, ഈ മാലതി ആരാണെന്ന് നീ അറിയുമെന്നൊക്കെ അമ്മ അങ്ങ് താക്കീത് നൽകി. അമ്മേ, ഞാൻ അതിനു വേണ്ടിയൊന്നുമല്ല വേദയെ കണ്ടത്. വേദയോടും വിക്രമേട്ടനോടും ഒന്നിച്ച് ജീവിക്കാൻ പറയാനായിട്ടാണെന്ന് പറയും. എന്ത് ഒന്നിച്ച് ജീവിക്കാനോ? അതെ, അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. പണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ കയറാനേ നോക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അവരുടെ സ്നേഹം എനിക്കറിയാം അമ്മേ. സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒരിക്കലും അകറ്റാൻ പറ്റില്ല. അവർ തമ്മിൽ വഴക്കും പ്രശ്നവും ഒക്കെ ഉണ്ടാവുമെങ്കിലും അവർ തമ്മിൽ അത്രമാത്രം അടുപ്പത്തിലാണ്. അപ്പോൾ വേദയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതാണ് എന്ന് രാധ പറഞ്ഞു. അത് കേട്ടപ്പോൾ മാലതി അത്ഭുതത്തോടു കൂടെ തന്നെ രാധയെ നോക്കി നിൽക്കണേ. അല്ല, നിനക്ക് എന്നു മുതലായി നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയത്? എൻ്റെ ഭഗവാനെ, ഈ ബുദ്ധി ഇവൾക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നിനക്ക് 2-3 പിള്ളേരും ആയേനെ എന്നൊക്കെ പറയും. എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ ഒന്ന് ലാളിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തമാശ രൂപേണ പറയാണ് മാലതി. അത് കേട്ടപ്പോൾ രാധ പറയുന്നുണ്ട്, അമ്മേ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. എനിക്ക് വലിയ വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം അമ്മയോട് പറഞ്ഞത്. വിക്രമേട്ടൻ ആകെ തകർന്നു പോവും, അതെനിക്ക് സഹിക്കാൻ വയ്യ. എടി, അവൻ തകരട്ടെ, നിനക്കതിനെന്താ പ്രശ്നം? അവൻ നിന്റെ ഭർത്താവൊന്നുമല്ലല്ലോ. അല്ലമ്മേ, എന്നാലും അതല്ലല്ലോ. ഒരു പക്ഷേ അവൾ വിക്രമേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും വിക്രമേട്ടനും കൂടെ ഒന്നിക്കുമായിരുന്നല്ലോ എന്ന് രാധ ചോദിച്ചു. ആ, ഇതാ ഇപ്പോൾ ബെസ്റ്റ്. എടി, നിന്നെ അവൻ കാണുന്നത് വെറും ഒരു പെങ്ങളായിട്ടാണ്. പിന്നെ നിന്നെ അവൻ കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മാലതി ദേഷ്യപ്പെട്ട് അങ്ങ് അകത്തേക്ക് പോയി. ഈ സമയത്തന്നെ രാധ ഓർക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും വിക്രമേട്ടനും വേദ ചേച്ചിയും കൂടി ഒന്ന് ഒന്നിച്ചാൽ മതിയായിരുന്നു എന്ന്. അല്ലെങ്കിൽ പാവം വിക്രമേട്ടൻ ആകെ തകർന്നു പോവും. അതൊക്കെ ഓർത്തിട്ട് രാധക്കും വലിയ വിഷമമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് രാധ. ഈ സമയത്ത് വേദയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. വിക്രമിനെ ഓർത്തുകൊണ്ട് തന്നെ അവൾ നീറിപ്പോകുന്നുണ്ടായിരുന്നു. നേരാവണ്ണം ആഹാരം പോലും കഴിക്കുന്നില്ല. ഇതൊക്കെ അമ്മയായിട്ടുള്ള പത്മം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പത്മം ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് ചെന്ന് വേദിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അവൾക്കൊന്നിനും ഒരു ശ്രദ്ധയുമില്ല ശങ്കരേട്ട. ആഹാരം കഴിക്കുന്നു പോലുമില്ല. എപ്പോഴും കോടതിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മുറിക്കകത്ത് കതകടച്ച് ഒരൊറ്റ ഇരിപ്പാണ്. അവൾ വിളിച്ചാൽ പോലും അവൾ മിണ്ടുന്നില്ല. പത്മം സങ്കടപ്പെട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അവൾക്ക് വിഷമമില്ലാതിരിക്കോ? എനിക്ക് തോന്നുന്നത് ഇത് വിക്രമും വേദിയും തമ്മിലുള്ള വെറും ഒരു പ്രശ്നമല്ല. ഇതിനിടയിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പ്രശ്നമെന്ന് പത്മം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ അവർ തമ്മിലുള്ള പ്രശ്നമല്ല ഇത്, വേറെ എന്തോ ഒരു വലിയ കാര്യമാണ്. കാര്യമേതായാലും അവളുടെ മനസ്സിലുണ്ട്. ശങ്കരനാരായണൻ ഒന്നുകൂടെ അവളോട് ചോദിച്ചു നോക്കുന്നത് നന്നായിരിക്കുമെന്ന് പത്മം പറഞ്ഞു. അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അവൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ വലിയ ഭാഗ്യം. അവൾക്ക് വൈകിട്ടാണെങ്കിലും ആ വിവേകമുണ്ടായല്ലോ. അവൾ ആ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഇനി നീ അതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്നും പേടിക്കണ്ട. അത് കേട്ടപ്പോൾ പത്മത്തിന് നല്ല സങ്കടമായി. പത്മം പറയുന്നുണ്ട്, അവളുടെ ജീവിതം ഇങ്ങനെ തകരുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ശങ്കരേട്ടാ. ആ സങ്കടം കാണുമ്പോൾ ഞാൻ അവളുടെ അമ്മയല്ലേ ശങ്കരേട്ടാ എന്ന് ചോദിക്കും. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട, അവളുടെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നിട്ടും കാര്യമൊന്നുമില്ല. അവൾ ഇവിടെ നിൽക്കട്ടെ പത്മം, അതല്ലേ നല്ലത്. ആ വിക്രമുമായിട്ട് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ കുടുംബവും പശ്ചാത്തലവും ഒക്കെ അങ്ങനെയല്ലേ. കുറച്ച് കാലം കഴിയുമ്പോൾ അവൾ ഇതൊക്കെ പതുക്കെ അങ്ങ് മറന്നോളും. അപ്പോൾ നമുക്ക് അവളുടെ കല്യാണം ദർശനുമായിട്ട് നടത്താമെന്നൊക്കെ ശങ്കരനാരായണൻ പറയാണ്. പക്ഷേ പത്മക്ക് തോന്നുന്നില്ല വേദ വിക്രമിനെ വിട്ടിട്ട് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ മാഷൊക്കെ ചെന്ന് വിക്രമിനോട് കാര്യം പറഞ്ഞു. എടാ, നീ ഒന്നുകൂടി പോയിട്ട് വേദിയോടൊന്ന് സംസാരിക്കണം. അവളോട് സംസാരിച്ചിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുകയെന്ന് പറയും. പക്ഷേ വിക്രം അതിന് സമ്മതിച്ചില്ല. അവൻ പറയുന്നുണ്ട്, വേണ്ടച്ചാ, ഇനി അങ്ങോട്ടേക്ക് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? പക്ഷേ മാഷും കമലമ്മയും വിട്ടുകൊടുത്തില്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കൂടി നിന്റെ കൂടെ വരാമെന്ന് പറയും. വിക്രം വേണ്ട എന്ന് തന്നെ പറഞ്ഞു. കാരണം അവരെ കൂടി കൊണ്ടുപോയിട്ട് നാണം കെടുത്തണ്ടല്ലോ എന്നാണ് വിക്രം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് വിക്രം അങ്ങനെ പറഞ്ഞതും. പക്ഷേ മാഷ് ഒരു കാര്യം അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു, വേദയെ കണ്ടിട്ട് തന്നെ കാര്യം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. സത്യങ്ങൾ എന്താണെങ്കിലും അറിയണമെന്നൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു സുധാകര മാഷ്.
അങ്ങനെ സുധാകര മാഷ് വേദയുടെ വീട്ടിലേക്ക് വരുന്നതോടുകൂടെ തന്നെ കഥയിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. മാഷ് അവിടെ ചെല്ലുമ്പോൾ വേദ ആകെ തളർന്ന് തൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു. മാഷിനെ കണ്ടതോടുകൂടെ തന്നെ അവൾക്ക് അവളുടെ സങ്കടം നിയന്ത്രിക്കാനായില്ല. പത്മവും ശങ്കരനാരായണനും മാഷിനെ സ്വീകരിച്ചുവെങ്കിലും അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു നിന്നു. സുധാകര മാഷ് വേദയെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാണ്. മോളെ, നിന്റെ കണ്ണിലെ ഈ സങ്കടം അതൊരിക്കലും വിക്രമിനോടുള്ള ദേഷ്യമല്ല എന്ന് എനിക്കറിയാം. നീ എന്തിനോ വേണ്ടി നിന്റെ സ്നേഹം ബലി കഴിക്കുകയാണോ എന്ന് സുധാകര മാഷ് ചോദിക്കുന്ന സമയത്തിന് വേദ സങ്കടപ്പെട്ടങ്ങ് പൊട്ടിക്കരഞ്ഞു. വേദക്ക് മറുപടി പറയാനൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് അങ്ങനെ വിക്രത്തിന്റെ ഇലക്ഷൻ വിജയത്തിന് താൻ തടസ്സമാകുമെന്ന് ആരോ അവളെ ഭീഷണിപ്പെടുത്തിയ കാര്യവും തൻ്റെ സാന്നിധ്യം വിക്രമിന്റെ കരിയറിന് ദോഷം ചെയ്യുമെന്നും അവൾ വിശ്വസിച്ചു. കാരണം വേദക്ക് കൂടുതലൊന്നും തന്നെ പറയാൻ സാധിക്കില്ലായിരുന്നു. വേദ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ വേദയിൽ നിന്ന് സുധാകര മാഷ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി. മാഷ് തിരികെ വന്ന് വിക്രമിനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. താൻ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചതാണെന്നും വേദ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം മാറി നിന്നതാണെന്നും തിരിച്ചറിയുന്ന വിക്രം ആകെ തകർന്നു പോയി. അവൻ ആ നിമിഷം തന്നെ വേദയെ തേടി അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.